ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ദാ നേരം വെളുത്തു വരുന്നത് തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ നേരം വെളുത്തു വരുമ്പോൾ നല്ല മഞ്ഞും കുളിരും ഒക്കെ ഉണ്ട് കേട്ടോ. 3-4 ദിവസമായിട്ട് ഇങ്ങനെ എണീക്കാനേ തോന്നില്ല. പക്ഷെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കണം അല്ലേ, അതിൻ്റെ ഒരു എനർജി ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ദാ നേരം വെളുത്ത് ഈ വാതിൽ അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു ഫ്രഷ് എയർ അങ്ങോട്ട് കയറും അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉഷാറൊക്കെ അങ്ങോട്ട് തോന്നും കേട്ടോ. അപ്പോൾ ദാ മുറ്റത്ത് പൂക്കളും ചെടികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് 2 മിനിറ്റ് നിൽക്കാൻ നല്ല രസമാണ്. അപ്പോൾ നേരം വെളുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാൻ മടിയൊക്കെ തോന്നിയാൽ ഈ മൗഗ്ലിക്കുട്ടനെ നോക്കിയാൽ മൗഗ്ലിക്കുട്ടൻ ഓടടാ ഓട്ടായിരിക്കും മുറ്റത്തൊക്കെ കിടന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഉഷാറാവും കേട്ടോ. പിന്നെ ദാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് എല്ലാ റൂമിലും ഞാൻ ചന്ദനത്തിരി ഇങ്ങനെ കൊണ്ട് നടക്കും കേട്ടോ. കാരണം ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്ക് അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എൻ്റെ അച്ഛനൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചും കഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലേ ഇങ്ങനെ കണ്ടിട്ടേ അച്ഛൻ ഇതും കർപ്പൂരം കത്തിച്ചത് ഇതൊക്കെ ഒരു തട്ടിൽ വെച്ചും കഴിഞ്ഞിട്ട് എല്ലാ റൂമിലും ബെഡ്റൂമിലും എല്ലാ റൂമുകളിലൊക്കെ കാണിച്ചിട്ടാണ് കൊണ്ടുപോയി ഭഗവാന്റെ അടുത്തൊക്കെ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ലിങ്ങനെ അടിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ദൈവികമായിട്ടുള്ളൊരു ശക്തി തോന്നിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചില വിശ്വാസങ്ങളുണ്ട്, നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തി കളയും. അപ്പോൾ അന്നൊന്നും നമ്മളായിരിക്കില്ല അതൊക്കെ ചെയ്യുക, നമ്മുടെ ചെറുപ്പകാലത്ത് മറ്റാരെങ്കിലും ചെയ്ത് കാണുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ആ ഒരു ദൈവികത നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ നമുക്കങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർമ്മയാണ്. അപ്പോൾ വലുതായി നമുക്ക് എപ്പോഴാണോ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക, ആ ഒരു ടൈമിൽ നമുക്ക് അതൊക്കെ ഓർമ്മ വന്ന് നമ്മൾ തനിയെ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇത്തരം വിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനൊക്കെ മരിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നാളുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ ഓർക്കാട്ടെ. ഇപ്പോൾ ഇവിടെ വടമേൽ ഞങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ താമസിക്കാനൊക്കെ വന്നപ്പോൾ തുടങ്ങിയാണ് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ വീട്ടിലാണെങ്കിൽ രാവിലെ ഉണരുമ്പോൾ ഇങ്ങനെയുള്ള സ്മെല്ലുകളൊക്കെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനും അതുപോലെയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും കേട്ടോ. അങ്ങനെയാണ് നമ്മളും അറിയാതെ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് കേട്ടോ. നമ്മൾ ദൈവത്തിനോട് എന്നും ഇങ്ങനെ പരാതി പറയാ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, ബാക്കി എല്ലാവർക്കും നല്ല കാലമാണല്ലോ, അങ്ങനെയൊക്കെ ചിലരിങ്ങനെ എപ്പോഴും പരാതിയും വഴിയും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നല്ല. ഓരോ ദിവസവും നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ആ പ്രഭാതം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിവസം കൂടി നമുക്ക് തന്നതിന് നമ്മൾ എന്തായാലും ഈശ്വരനോട് നന്ദി പറയുക തന്നെ വേണം അല്ലേ. എത്രയോ പേര് ഇന്നലെ ഉറങ്ങി കിടന്നിട്ട് ഇന്ന് എഴുന്നേൽക്കാത്തതായിട്ട് ഉണ്ടായിരിക്കും. നമ്മൾ ന്യൂസ് ചാനൽ അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോഴേക്കും എത്ര ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇന്നും ജീവനോടെ ഇരിക്കുന്നതിന് നന്ദി പറയണം കേട്ടോ. നമുക്ക് എന്താണോ ദൈവം തന്നിരിക്കുന്നത് അതിലൊക്കെ നമ്മൾ സന്തുഷ്ടരായിരിക്കുക, അതിന് നന്ദി പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. മൗഗ്ലിക്കുട്ടൻ തുള്ളിച്ചാടി വന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഇത്തിരി ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പോയതാണ്. അല്ലെങ്കിൽ വോയിസ് കൊടുക്കാനേ പറ്റില്ല കേട്ടോ. വായ തുറക്കുമ്പോൾ തന്നെ അവൻ മ്യാവും മ്യാവെന്നും പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. നമ്മൾ ഇന്നലെ സെറ്റിയിലൊക്കെ പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞ് ഈ കവറൊക്കെ നമ്മൾ കഴുകിയിട്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് വിരിച്ച് വയ്ക്കാം. അപ്പോൾ ഇതും എൻ്റെ ഒരു സമാധാനമാണ് കേട്ടോ. ഇങ്ങനെ അടച്ചങ്ങോട്ട് സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷവും സംതൃപ്തിയാകും കേട്ടോ. അപ്പോൾ അതൊക്കെ നീറ്റായി എന്നുള്ളൊരു തോന്നലൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അലക്കാനായിട്ട് വന്നതാണ്. നിക്കുമോനെ മാത്രമാണ് പുറത്തിറക്കി നിർത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അലക്കിയൊക്കെ അതിന് ശേഷം കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് കൂടെ അങ്ങോട്ട് തുറന്നിടാം കേട്ടോ. അപ്പോൾ അലക്കുകല്ലൊക്കെ വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ അലക്കുകല്ല് നിൽക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ മഴയില്ലല്ലോ. മഴ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൂപ്പൽ പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡെയിലി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ ഈ പ്ലാവിലാണെങ്കിൽ ചക്ക പൊടിഞ്ഞ് തുടങ്ങിയിട്ടേ ഇല്ല കേട്ടോ. നമ്മുടെ കുട്ടിപ്ലാവിലാണെങ്കിൽ ചക്കകൾ ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പ്ലാവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ റിയമ്മയ്ക്ക് വെള്ളം ദാഹിച്ചിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ കോഴിമക്കൾക്ക് വെച്ചിരിക്കുന്ന വെള്ളം റിയമ്മ കുടിക്കുകയാണ്. മൗഗ്ലിക്കുട്ടനാണെങ്കിൽ ബക്കറ്റിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നതേ ശരീരമൊക്കെ നക്കി തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലക്കി നമ്മൾ ഓരോന്നായിട്ട് തോരയൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലക്കുക അന്നന്നത്തെ ഡ്രസ്സുകളൊക്കെ നമ്മൾ കൂട്ടി വയ്ക്കാതെ അന്നന്ന് തന്നെ അലക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ജോലികൾ കുറയും. നമ്മളത് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിച്ചാൽ അത്രയും ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇങ്ങനെ കിടക്കും. പിന്നെ അതൊരു അധ്വാനം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പാടായിട്ട് നമുക്ക് തോന്നും.
അപ്പോൾ നമ്മൾ പറ്റാവുന്ന ജോലികളൊക്കെ അപ്പോൾ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ കറി എന്ന് പറഞ്ഞാൽ തക്കാളി വെച്ചിട്ടുള്ളൊരു മോര് കറിയായിരുന്നു. ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ച കാരണം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നല്ലൊരു സന്തോഷമാണ് ഈ പന്തലിൻ്റെ സൈഡിലേക്ക് വരുമായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സലാഡ് വെള്ളരിക്കുട്ടൻ്റെ ഇങ്ങനെ നമ്മുടെ കാർ ഷെഡുമ്മ പറ്റി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അവനെ പൊട്ടിക്കാറായിട്ടുണ്ട്, 2 ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ മൗഗ്ലിക്കുട്ട ഓടി വന്നിട്ട് അതിൽ കിടക്കുന്നത് നോക്കി ഞാൻ ചൂലെടുത്ത് വരുന്നത് കണ്ട് അവനെ അറിയും ഇവിടെ അടിക്കുന്നു. അപ്പോൾ അവനും ഓടി വന്ന് ഇങ്ങനെ കിടക്കൂട്ടാ. അത് അവൻ്റെ ഒരു ശീലമാണ്. എന്തെന്നാ പറയണ്ടേ, നമ്മുടെ മാവാണെങ്കിൽ തളിർത്തിട്ട് ഉള്ളയില്ല മുഴുവൻ വീഴാണ് കേട്ടോ. ഇന്നൊക്കെ കുറവാണ്, ഇനി 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഒരുപാട് വീഴും. അപ്പം നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്ര അധികം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ അടിച്ചും കഴിഞ്ഞ് ആ ഇലയൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. മൗഗ്ലിക്കുട്ടനാണെങ്കിൽ ഓപ്പോസിറ്റ് പറമ്പിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞാനും അങ്ങോട്ട് വന്നതാണ്. നിറയെ ജാതിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ, എല്ലാ കൊമ്പിലും ഇങ്ങനെ ജാതിക്കൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോട്ടത്തിലാണെങ്കിൽ കുറച്ചൊക്കെ പുല്ലൊക്കെ പറിച്ചും കഴിഞ്ഞ് നമ്മൾ വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുളത്തിൽ നിന്ന് വെള്ളം അടിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ നനയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം വിചാരിച്ചു ഞങ്ങൾ മഴക്കാർ കാണുമ്പോൾ നനയ്ക്കേണ്ടി വരുമോ, വരില്ലായിരിക്കും, മഴ പെയ്യുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊക്കെ നമ്മുടെ വിചാരങ്ങൾ മാത്രമായിരുന്നു കേട്ടോ. മഴയൊന്നും പെയ്തില്ല. പിന്നെ ഉണ്ടല്ലോ ഇത് ലക്ഷ്മി തരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരത്തിൻ്റെ ചില്ലകൾ ഒടിച്ച് ഞാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോൾ വെള്ളം ഒഴിച്ചാലും ഉച്ച തിരിഞ്ഞ് കാണുമ്പോഴേക്കും നനച്ചിട്ടില്ല എന്ന് തോന്നുന്ന വിധത്തിൽ വറ്റിപ്പോവാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ യാതൊരു തണലൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കമ്പുകൾ ഒടിച്ചും കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പൊതയിടാണ് കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ നേരെ സൂര്യപ്രകാശം അങ്ങോട്ട് അടിക്കില്ല, അങ്ങനെ അങ്ങോട്ട് മണ്ണ് വരണ്ട് പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അവയെ വളർത്തിയെടുക്കാം അല്ലേ. പിന്നെയുണ്ടല്ലോ വൈകിട്ട് രമേശ് ചേട്ടൻ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെറുള്ളി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്, സവാളയല്ല, ചെറുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ടും കഴിഞ്ഞിട്ട്, ഇത് ചെറുള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതൊക്കെ ഇട്ടും കഴിഞ്ഞ് വഴറ്റിയും കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ടാണ് ഈ വൈകിട്ട് തന്നെ അത് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ വേപ്പില പൊട്ടിക്കാൻ വന്നപ്പോൾ അത് ആ മഞ്ഞ കളറിലുള്ള 4 മണിപ്പൂക്കൾ വിടർന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 4 മണി കഴിയുമ്പോഴേക്കും അത് ഓഫ് ആവാനായിട്ട് തുടങ്ങും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെടികളുടെയൊക്കെ അവസ്ഥ കേട്ടോ. അപ്പോൾ ചിക്കൻ വെക്കുമ്പോഴൊക്കെ മുത്തിനെ ഓർക്കും കേട്ടോ. മുത്താണെങ്കിൽ വെറൈറ്റി ആയിട്ടൊക്കെ വെച്ചേനെ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും വെറൈറ്റികളൊന്നും വെക്കാറൊന്നുമില്ല കേട്ടോ. എനിക്കറിയുന്ന 1-2 സ്റ്റൈലുകളുണ്ട്, അതിലൊക്കെയാണ് ഞാനിങ്ങനെ വെക്കാറ് കേട്ടോ. പിന്നെ ലൂവിക്കാണെങ്കിൽ ഉപ്പിലൊക്കെ ഇട്ട് നല്ല പോലെ ഉപ്പൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വൈകിട്ടൊക്കെ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ലൂവിക്ക് കൊണ്ടുവരാനായിട്ട് രാഗിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തത് കുറവായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ മസാലപ്പൊടികളൊക്കെ വഴന്ന് വരുമ്പോൾ നമ്മൾ ചിക്കൻ കഷ്ണങ്ങളിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ലേശം വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ലോങ് വീഡിയോയുടെ ടൈം ഞാൻ മാറ്റിയിട്ടുണ്ട്, ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം.